എന്തു പറ്റിയടി? എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഏട്ടാ, അമ്മ എന്നെ വേണ്ടാണ്ട് തല്ലി. ഇന്നെ തല്ലിയതല്ലേ ഉള്ളൂ, കൊല്ലാതെ വിട്ട ഞാനാ ഇതുകൊണ്ടാ. എന്താ അമ്മേ കാര്യം? എടാ, നമ്മുടെ മഠത്തിലെ ദിവാകരെ ഇവക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്ന്. ചെക്കന് ദുബായിലാ ജോലി, 1.5 ലക്ഷം മാസ ശമ്പളം. ആണോ? നിന്റെ പൊന്നാര പൊങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും നല്ല ബന്ധം ഏടുന്ന് കിട്ടൂ? എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്നെ നിർബന്ധിക്കണ്ട. ഏട്ടന് കല്യാണത്തിന് സമ്മതാണ്, പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല. അമ്മേ, ഇവക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് ഞാൻ നിർബന്ധിക്കൂല. ഒരുമിച്ച് ജീവിക്കേണ്ടത് ഇവളല്ലേ? എന്നാ പിന്നെ ഓളെ മനസ്സിലാരല്ല, ഇനി എന്നെ ഓളോട് ചോദിക്ക്. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഏട്ടാ, എനക്കൊരാളെ ഇഷ്ടാ. നമ്മുടെ ടൗണിൽ ജ്യൂസ് കട നടത്തുന്ന അഭിലാഷ് ഏട്ടനെ. അഭിലാഷ് ഏട്ടനെ അല്ലാതെ വേറൊരാളെ എനിക്ക് വേണ്ട. ഇനി എന്നെ പറയുന്നത്? ഒരു കച്ചവടക്കാരന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനാ ഇന്നെ ഇത്രയും പഠിപ്പിച്ചത്? അമ്മേ, ഓളെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ അഭിലാഷിനെ എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, നാട്ടിലുള്ള ഒരാൾ ഇവിടെ കല്യാണം കഴിച്ചാൽ നമുക്ക് എപ്പോഴും പോയി കാണാം. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഇവക്ക് ഓടി എത്താനും പറ്റില്ലേ? ഒരുപാട് പഠിച്ച് വിദേശത്തുള്ള ഒരുവന് കല്യാണം കഴിച്ചു കൊടുത്താൽ അന്നത്തോടെ തീരും ആ ബന്ധം. സ്വന്തം അച്ഛനും അമ്മയും മരിച്ചാൽ പോലും അവസാനമായി ഒരു നോക്ക് കാണാൻ അവരെത്തില്ല.